ഓക്കെ, നമസ്കാരം കൂട്ടുകാരെ. പവൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഷോപ്പിൽ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് വന്നതിൽ ഏറ്റവും മികച്ച ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷ് മെറ്റീരിയൽ ആണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോക്കാവും. ഇതിന് ലുക്ക് മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകൾ വേറെ ഉണ്ട്. ഡ്യൂറബിലിറ്റിയിലാണെങ്കിലും ഇതിന്റെ സ്ട്രെങ്തിലാണെങ്കിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മെറ്റീരിയൽ ഒരു കോൺക്രീറ്റ് ഫിനിഷ് ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ മെറ്റീരിയലിനെ പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ മെറ്റീരിയൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഫിനിഷ് ആണ്. ഈ സാധനം ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ഒരു ഫിനിഷാണ്. ഇതിന്റെ കയറി ഇറങ്ങിയുള്ള ഒരു സർഫസ് ആണ് ഇതിന് വരുന്നത്. അത് മാത്രമല്ല, ഇതിന് ഭയങ്കര സ്ട്രെങ്ത് ആണ്. നമ്മളിപ്പോ നോക്കി ഇത് അടിച്ചു കഴിഞ്ഞാലൊന്നും അങ്ങനെ പൊട്ടത്തില്ല. ഇതിന് ഇച്ചിരൂടെ സ്ട്രെങ്ത് കൂടുതലാണ് സാധാ വരുന്ന ടൈലിനെക്കാളും. അതുപോലെ തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര ഡ്യൂറബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഈ നമ്മൾ എവിടെയെങ്കിലും തെറ്റൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈലാണ്. അപ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ആദ്യം തന്നെ സ്ക്രാച്ച് ടെസ്റ്റ് നടത്താൻ പോവാണ് ഈ ടൈലില്. സ്ക്രാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ അങ്ങ് എന്തേലും വെച്ച് ഉരയ്ക്കുമല്ല. ഇതൊരു സ്റ്റഡാണ്. ഈ സാധനം വെച്ചാണ് നമ്മൾ ഉരയ്ക്കുന്നത്. ഇത് സാധാരണ ഏത് ടൈലിലും ചുമ്മാ ഉരച്ച സ്ക്രാച്ച് വീഴുന്ന ഒരു സാധനമാണ്. ഇതിൽ നമ്മൾ ഉരച്ച് നോക്കാം ഇത് എന്താവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കുകയാണ് കൂട്ടുകാരെ, ഞാൻ ഇത് വെച്ച് തന്നെയാണ് ഉരയ്ക്കുന്നത്. രണ്ട് കൂട്ടുകാരെ, ഇതുവരെ തേഞ്ഞു പോയി. പക്ഷെ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. പിടിച്ചോ പോയി. ഇതൊന്ന് നോക്കിയ കൂട്ടുകാരെ, ഇതിൽ ഒരു സ്ക്രാച്ചും ഇല്ല, ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത. ഒരിക്കലും സ്ക്രാച്ച് വീഴത്തില്ല. നിങ്ങൾക്ക് തെറ്റലുണ്ടാവുന്ന സ്ഥലത്തും അതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉള്ള സ്ഥലത്തും ഹൈ ട്രാഫിക് ഉള്ള സ്ഥലത്തും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ കിടന്നോളൂ. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫയർ ടെസ്റ്റ് ആണ്. ഫയർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ടൈലിന്റെ മേളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണാനെ കൊണ്ടാണ്. ചിലർക്കൊരു പേടി കാണും, അധികം ചൂട് വീഴുമ്പോൾ ഈ ടൈൽ പൊട്ടി ഇളകുമോ, അങ്ങനെയൊക്കെ പേടിയുള്ളവരുണ്ട്. ഈ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പൊട്ടി ഇളകത്തുമില്ല, ഒന്നും ആവില്ല. നല്ല ഡ്യൂറബിലിറ്റി ആണ്. ഫയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ വരെ ഇത് ഒരു പ്രശ്നമില്ലാതെ കിടക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ഫയർ പിടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കരിയൊക്കെ പോകുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ എൻ്റെ കയ്യിൽ കർപ്പൂരം ഉണ്ട്, ലൈറ്റർ ഉണ്ട്. നമുക്ക് ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ കൂട്ടുകാരെ, ഞാൻ കത്തിക്കാൻ പോവാണ്. ഓക്കെ, നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണിക്കാം. ആദ്യം അതൊന്ന് കണ്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കാണിക്കാം. ഒന്ന് നോക്കിക്കോ കൂട്ടുകാരെ. ഇവിടെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് നല്ലപോലെ കറുത്ത ഈ കർപ്പൂരത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ അത് ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കപ്പോ അതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാമേ. അപ്പൊ കൂട്ടുകാരെ, ഞാനിത് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ കൂട്ടുകാരെ, ഇതിന്റെ ക്ലീനിങ് ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിക്കാം ഇത് എന്തോ ആയിട്ടുണ്ടെന്ന്. ഈ മേളിൽ കിടക്കുന്ന ആ കർപ്പൂരത്തിന്റെ പൊടിയാണ്, അതൊക്കെ പൊക്കോളൂ. അപ്പൊ ഇതാണ് അതിന്റെ സംഭവം ആയേക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ കൂട്ടുകാരെ, ഒരു പരിധി വരെ നമുക്ക് ഈ ഫയർ റെസിസ്റ്റന്റ് ആണ് ഈ മെറ്റീരിയൽ. അപ്പൊ കൂട്ടുകാരെ, അടുത്ത നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡേർട്ട് ടെസ്റ്റ് ആണ്. ഡേർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ചെളിവെള്ളം പോലത്തെ ഡേർട്ട് പോലെ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിന്റെ മേളിൽ പോർ ചെയ്യാണ്. അപ്പൊ ഇത് ക്ലീൻ ആവുന്നുണ്ടോ, ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അപ്പൊ ചിലർക്കൊരു പേടിയുണ്ട്, ഈ മാറ്റ് ടൈല് ഇങ്ങനെ ഗ്രിപ്പുള്ള വേണ്ടിടത്ത് ഇട്ടാലും നമുക്ക് ചെളി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുമോ എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോവും എന്നുള്ളത് അറിയാനെ കൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം.
അപ്പൊ ഞാൻ ചെളിവെള്ളം ഒഴിക്കുകയാണ്. ഇച്ചിരി പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിൽ എവിടെയെങ്കിലും പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിടിച്ചോട്ടെന്ന് വെച്ചാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഈ കോൺക്രീറ്റ് ഫിനിഷ് ടൈലിന്റെ മുകളിൽ ഫുള്ള് നമ്മൾ ചെളി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ഇത് ക്ലീൻ ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഇത് മാറുന്നുണ്ടോ, എന്ത് പ്രശ്നത്തിലാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇത് ക്ലീൻ ആവുമ്പോ ഇതിന്റെ ചെളിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇത് ഇരിക്കുവോ, എന്താണ് ഇതിന്റെ അവസ്ഥ എന്നൊന്ന് നോക്കാം. നല്ല പോലെ ക്ലീൻ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു വൈപ്പ് മതി ഇതൊന്ന് ക്ലീൻ ആവാന്. നമ്മൾ കൂടുതൽ പ്രഷറോ അങ്ങനെ ഒന്നും കൊടുക്കണ്ട. ഈ വേസ്റ്റ് മാത്രം നാശമാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ചള്ള പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്. നല്ല വൈപ്പറിട്ട് ക്ലീൻ ചെയ്യാമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് വരും. ഓക്കെ കൂട്ടുകാരെ, ഇതിപ്പോ ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ഇത് എടുത്ത് കാണിക്കാം. ഇത് എന്തോരം വൃത്തിയായിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. നോക്കിക്കേ കൂട്ടുകാരെ, എന്ത് വൃത്തിയായിട്ടാ കിടക്കുന്നത് നോക്കി. എന്തെങ്കിലും ചെളിയുടെ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടോ നോക്കി. എന്ത് ക്ലീൻ ആയിട്ടാ ഇത് കിടക്കുന്നത്. അതാണ് ഈ കോൺക്രീറ്റ് ടൈലിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ ഫിനിഷിങ് എങ്ങനെയാണെങ്കിലും എത്ര നമ്മൾ റഫ്യൂസ് ചെയ്താലും അതുപോലെ തന്നെ കിടക്കും. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഈ കോൺക്രീറ്റ് ഫിനിഷ് ടൈലില് ലൈറ്റ് ഗ്രേ അല്ലാതെ ബ്ലാക്കും ഉണ്ട്. ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാലും നല്ല ഫിനിഷിംഗ് ആണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിന്റെ ഫ്ലോറ്, അതുപോലെ തന്നെ നല്ലപോലെ സ്കിഡ് ആവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ, ഈ എർച്ചിലടിക്കുന്ന സിറ്റ് ഔട്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കൊടുക്കാം. നല്ല ഗ്യാരണ്ടിയാണ്. ഈ സാധനം ഒന്നും ആവില്ല, സ്ക്രാച്ച് ആവില്ല. അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഡ്യൂറബിൾ ആണ്. അത് നമുക്ക് ഒത്തിരി ലൈഫ് കിട്ടും. നമുക്ക് വർഷങ്ങളോളം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു കേടും ഇല്ലാതെ, ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആയിട്ട് നമുക്ക് ഇത് എപ്പോഴും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈല്, അതായത് കോൺക്രീറ്റ് ഫിനിഷ് ഈ ടൈല് വളരെ വളരെ അധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടൈലാണ്. നിങ്ങൾക്ക് വീട്ടിൽ പല ഭാഗങ്ങളിലും നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈൽ ഇപ്പൊ പുതിയ ട്രെൻഡിൽ വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ടൈൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ, ലോ കോസ്റ്റ് മെയിൻ്റനൻസ് ഇല്ലാതെ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നും നമ്മുടെ ഈ ടൈൽസ് സംബന്ധപ്പെട്ട നല്ല പുതിയ വിഷയങ്ങൾ അറിയാനെ കൊണ്ട് എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.